ജീവിതത്തിൻ്റെ ഒരു യാത്രകൾ എടുത്തു നോക്കുമ്പോൾ ജീവിതം ഇല്ലാതാക്കുകയും അല്ലെ ജീവിതത്തിൽ നഷ്ടം വന്ന കുറേ അനുഭവങ്ങളുണ്ടല്ലേ. ഇന്നും പാർവതിയുടെയാണ് ഇൻ്റർവ്യൂ എന്ന് ആളുകൾ അറിഞ്ഞപ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രണയമാണോ വിവാഹ ജീവിതം? പ്രണയമല്ല വിവാഹ ജീവിതം. അല്ല. ഒരുപക്ഷെ കുടുംബവിളക്ക് എന്ന സീരിയലിൽ ആ ഒരു കഥാപാത്രം ഭയങ്കര ഹിറ്റായിരുന്നു അല്ലേ. ആ കഥാപാത്രം ഹിറ്റാകുന്ന സമയത്താണ് ഒരു ഒളിച്ചോട്ടം ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സീരിയലിൽ വലിയൊരു പൊസിഷനിൽ എത്തത്തില്ലായിരുന്നു. തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും എത്തുമായിരുന്നു. അന്ന് സംഭവിച്ചത് എന്തുവായിരുന്നു? കുടുംബവിളക്ക് തന്നെ തുടങ്ങാം. സീരിയലിലേക്ക് വന്നത് ഇതുപോലെ ചേച്ചി ഇങ്ങനെ നമ്മുടെ ജോസ്, നമ്മുടെ കൺട്രോളർ ജോസ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ മലയാളി പ്രേക്ഷകർ മൃദുല. അപ്പോൾ അതുവഴിയാണ് എനിക്ക് വന്നത്. അപ്പോൾ എന്നോട് ഇതുപോലെ ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോസും അങ്ങനെ എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പം തന്നെ അവർ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോ ഷൂട്ടിന് വേണ്ടിയിട്ട് വിളിച്ചു. അങ്ങനെ സീരിയലിലേക്ക് കിട്ടിയതാണ് ഏഷ്യാനെറ്റിൽ കുടുംബവിളക്കിലേക്ക്. അങ്ങനെ കുടുംബവിളക്ക് കിട്ടുന്നു. ക്യാമറമാനുമായിട്ട് പ്രണയം തുടരുന്നു. പ്രണയം സംഭവിക്കുന്നത് എങ്ങനെയാണ്? എന്താ ആള് ഇഷ്ടമെന്ന് വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം എടുത്ത് തിരിച്ചു ഞാനും പറഞ്ഞു. പാർവതി അല്ല ആദ്യം പറഞ്ഞത്? അല്ല. ഓക്കെ. എത്ര നാളത്തെ പ്രണയം ഉണ്ടായിരുന്നു? ഒരു 3 മാസം. 3 മാസം. പാർവതിയുടെയും ആ ഒരു വ്യക്തിയുടെ അഭിമുഖം ഞാൻ കണ്ടതിലൂടെ പാർവതി പറയുന്നുണ്ട്, ഞങ്ങൾ 3 മാസം പ്രണയിച്ചു. ആളുകളുടെ ചിന്താഗതി ഞങ്ങൾ ബ്രേക്കപ്പ് ആകാനൊന്നും പോകുന്നില്ലല്ലോ, ഞങ്ങൾ 1 വർഷം ജീവിക്കും, 2 വർഷം ജീവിക്കും, മുന്നോട്ടുള്ള വർഷങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ആ പറഞ്ഞ വാക്കുകളാണോ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ല. എന്താ കാരണം നമുക്ക് ലൈഫിൽ എന്താണ് പറ്റാന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പം നടന്നത്. എന്താ നടന്ന സംഭവം? എന്താണെന്ന് വെച്ചാൽ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇത് വന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിവോഴ്സ് എന്നൊരു ഇതിലേക്ക് ഞങ്ങൾ എത്തി. ഈ പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, എല്ലാ പ്രണയവും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. എന്താ പറയുക, നമ്മൾ പ്രണയിച്ച് നല്ലപോലെ ജീവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതുപോലെ ഡിവോഴ്സ് ആവുന്നവരുണ്ട്. അപ്പം അങ്ങനെ കണ്ണില്ല മൂക്കില്ല അങ്ങനെ ഞാൻ പറയുന്നതിന് അങ്ങനെ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. ഇപ്പം പാർവതിയുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ നല്ലൊരു കുടുംബം, നല്ലൊരു വൈബുള്ള ചേച്ചി അമ്മയാണെങ്കിലും സന്തോഷമായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ആ വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോകുന്ന സമയത്ത് ആരോടെങ്കിലും സൂചിപ്പിച്ചിരുന്നു? ചേച്ചിയോടാണെങ്കിൽ പോലും? ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെയായിരുന്നു കല്യാണം. വരുന്ന കമന്റുകളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. വരുന്ന കമന്റിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പാർവതിയുടെ ശ്രദ്ധയിൽപ്പെട്ട കമന്റ് ഇതായിരിക്കും, ഇത്രയും വർഷവും വളർത്തിയ വീട്ടുകാരെ മറന്നിട്ട് ഇന്നലെ മഴയിൽ തൊലിച്ച് വന്ന ആ അവൻ്റെ കൂടെ പോകുമ്പോൾ നീ എന്തോർത്തു എന്ന് ചോദിച്ചതിന് എന്താ മറുപടി പറയാനുള്ളത്? അപ്പോൾ ആ പ്രായത്തിൽ പറ്റിയ ഒരു തെറ്റ്, അത് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഓരോരോ പ്രായത്തിൽ നമുക്ക് ഓരോ മിസ്റ്റേക്സ് നമുക്ക് പറ്റും. നമ്മളെ ലൈഫിൽ എല്ലാവരും നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, ആ ഒരു എൻ്റെ ഒരു ഏജ്, ഞാൻ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ 18 വയസ്സിലാണ് പോയെന്നൊക്കെ കുറേ പേരൊക്കെ കമൻ്റ് ഇടുന്നൊക്കെ ഞാൻ കണ്ടു. പക്ഷെ 18 അല്ല, 21 വയസ്സിലാണ്. അപ്പോൾ എനിക്കത് വീട്ടിൽ പറയാനുള്ളൊരിത് എനിക്ക് എന്താ പറയുക പേടി, അതുകൊണ്ട് അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. ഞാനിങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുത്തു, കല്യാണത്തിലേക്ക് പോകാൻ. അങ്ങനെയാണ് പോയത്. അങ്ങനെ കല്യാണത്തിന് ശേഷം മൃദുലയാണെങ്കിൽ പോലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? കല്യാണത്തിന് ശേഷം മിണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു ചേച്ചി. വീട്ടില് അമ്മയും അച്ഛനും ഒരു മാസം, അമ്മയൊക്കെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെ. ഒന്നും പെറ്റതള്ളക്ക് മറക്കാൻ പറ്റത്തില്ല. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 1 മാസമൊക്കെ ആയി അമ്മയൊക്കെ മിണ്ടി നേരെ വീട്ടിലൊക്കെ ഞാൻ വന്നു. അപ്പോഴും ചേച്ചി മിണ്ടിയിട്ടില്ല. കാരണം ഞാനും ചേച്ചിയാണ് എപ്പോഴും ഭയങ്കര ക്ലോസ്. എന്തുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ ചേച്ചിയോട് പറയാതെ ചതിച്ചതല്ല. അപ്പൊ എനിക്ക് അത് പറയാനുള്ളൊരു ഇത് എനിക്ക് ഒരു എങ്ങനെ പറയും, ഇല്ലെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോ വേണ്ട വെക്കൂ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അതങ്ങനെയാണ് ഈ ഒരു ഇതിലൊക്കെ ഞാൻ തീരുമാനത്തിലേക്ക് എത്തിയത്, ഈ ഒരു കല്യാണം. അപ്പോഴും പാർവതി ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു വിവാഹം കഴിച്ചു, പ്രണയിച്ചോക്കെ, ആ വിവാഹം കഴിച്ച ഒരു വ്യക്തിയെ വേറെ ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചിന്തിക്കത്തില്ലേ, അവർക്കൊരു കുഞ്ഞുണ്ട്, അവർ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ പോവുകയാണ്, അവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പിരിഞ്ഞെന്ന് പറയുന്നത് അത്ര സത്യസന്ധമായിട്ടുള്ള വാചകമാണോ?
അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായപ്പോൾ എന്താണെന്ന് ചോദിച്ചത്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാനും എൻ്റെ മോളും എൻ്റെ ചേച്ചി, അച്ഛൻ, അമ്മ എല്ലാവരുമായിട്ട് ഞാൻ ഹാപ്പിയാണ്. വീട്ടുകാരെയും സീരിയലും വിട്ട് ആ വ്യക്തിയോട് ഇറങ്ങിത്തിരിക്കുന്നു. പിന്നീട് ജീവിതം ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഈ പറയുന്ന കൂട്ടുകാരൊന്നും കൂടില്ലാത്ത സമയത്ത് സ്വീകരിച്ചത് വീട്ടുകാർ തന്നെയല്ലേ? അതെ. ലൈഫിൽ ആരൊക്കെ ഉണ്ട് പാർവതി കൂടെ? ഇപ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ചേട്ടൻ, ഇത്രയും പേരാണ് എനിക്കുള്ളത്. അവർ തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഒരു തെറ്റ് പറ്റി, ഇനി അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും പറ്റരുത് എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഞാൻ കുറേ ഫാമിലിയിൽ ഞാൻ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിലായിരുന്നാൽ പോലും ഒരുപാട് പേര് ഇതുപോലെ പോയിട്ട് ഇതുപോലെ എന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റാണ്ട് തിരിച്ചു വരുന്നവരുണ്ട്. പക്ഷെ അതിലൊന്നും ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി ഇത്രയും പേരാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ചെയ്ത തെറ്റ് അവർ ഇപ്പോഴും അത് തെറ്റ് തന്നെയാണ്, ഞാൻ ചെയ്ത തെറ്റ് തന്നെ അതിപ്പോഴും പറയുന്നുണ്ട്. അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു. തിരിച്ച് അവരെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനും ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് അവരാണ്. അപ്പം അതിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും എന്താ പറയുക, ഞാൻ ഭാഗ്യം ചെയ്തതാണ് അതിൽ. ഒരുപാട് കുട്ടികൾ ഇന്ന് ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയിക്കുന്നു, ഒളിച്ചോടുന്നു, പിന്നീട് ഇവർ തിരിച്ചു വരിക ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പറഞ്ഞു തോന്നിയിട്ടുണ്ടോ? അതിൽ എക്സിഡൻ്റ് ആയി പോകുന്നവർ വിരലിലുണ്ടാവുന്ന ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. ശരിക്കും ഇന്നും പ്രണയിച്ച് ഒളിച്ചോടുന്ന വ്യക്തികളോട് പാർവതിക്ക് എന്തോ പറയുള്ളേ? നമുക്കപ്പോൾ ആ ഒരു ഏജിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഇതിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത്. നമ്മൾ കുറേ കൂടെ ഒന്ന് ആലോചിച്ച് നമ്മൾ തീരുമാനം എടുത്താൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ലൈഫിലൊരു ഇത് വരില്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഇതുപോലെ തന്നെ കുറേ പേര് ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്, ഒരു 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി പോവുക. അപ്പോൾ ഞാൻ ഉപദേശിക്കാനോ ഒന്നിനും ഞാൻ ആളല്ല. കാരണം ഞാനൊരു ഇത് ചെയ്തു വന്നത് ഇപ്പോഴും പറയുന്നത് ആ ഒരു അനുഭവം കൊണ്ടാണല്ലോ. അതെ, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്. നമ്മൾ കാണുന്നതല്ല നമ്മളൊരു കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴുള്ള ലൈഫ് എന്ന് പറയുന്നത്. രണ്ടുപേരുടെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി പോകുന്നതാണ് ലൈഫ്. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്തടത്ത് അവിടെ ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണ്ടി വരുന്നു. അതാണ് ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. കൂടുതലും അഡ്ജസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഇപ്പോൾ തയ്യാറാവുന്നില്ല. കൂടുതൽ നമ്മൾ എന്താ പറയുക, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒട്ടും പറ്റാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണോ വിവാഹ ജീവിതം? അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. കാരണം രണ്ടുപേരും വേറെ വേറെ എന്താ പറയുക, വീട്ടിൽ നിന്ന് വരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, ഇവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ. അപ്പോൾ രണ്ടുപേരും ഓരോ അഡ്ജസ്റ്റ്മെന്റിൽ പോയേ പറ്റും. പക്ഷേ കുറേ കാര്യങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ പറയാം. നമ്മൾ ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ. ഇപ്പം എനിക്കിതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആൾക്ക് പുള്ളിക്ക് ഇതാണ് ഇഷ്ടം എന്നുള്ളത് പറയുക. രണ്ടുപേരും ഒട്ടും പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് ഓരോരുത്തർ ഡിവോഴ്സിലേക്ക് പോകുന്നത്. ഇനിയൊരു പ്രണയം പാർവതിയുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? എൻ്റെ പൊന്നേ, അതെനിക്ക് എന്താ പറയാ, നമുക്ക് അതൊന്നും പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റത്തില്ലെന്നോ? അല്ല, പറയാൻ പറ്റത്തില്ല. മനുഷ്യനാണ്. നമുക്ക് ഒരാളടുത്ത് പ്രണയം തോന്നരുതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ ഒരു അനുഭവം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയാ, നാളെ ഒരു സമയം ഇയാളെ പ്രേമിക്കരുത് എന്നൊന്നും അതെ ഒരു കോടതി ഒരു വക്കീലും എങ്ങും പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. നമുക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയണേ, നമുക്ക് ഒരു മനുഷ്യൻ നമുക്ക് അതാണ് പാർവതി എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലെ പ്രേക്ഷകർക്ക് ഇഷ്ടം, തുറന്ന് സംസാരിക്കും. അതെ, ഞാൻ തുറന്ന് സംസാരിക്കും. നമ്മൾ ഒരിക്കലും ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഞാൻ ഒരാളെ പ്രണയിക്കില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പ്രണയിക്കാൻ പോകുന്നതല്ല. ഒരു അനുഭവം എനിക്ക് കിട്ടി. അപ്പം അതോടെ ഇപ്പം എനിക്കെല്ലാം മതിയായി. ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച ഒന്ന് പേടിക്കുമല്ലേ? അത്രേ ഉള്ളൂ. ഇനി എന്ത് തീരുമാനം എടുത്താലും ആലോചിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കുള്ളൂ. വീട്ടുകാരും കൂടെ കാണും. അത് പക്ഷെ തിരിച്ചറിയാൻ കുറച്ച് സമയം എടുത്തല്ലേ ജീവിതത്തിൽ? അതെ, എടുത്തു. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, പാർവതിയുടെ ഫാൻസുകാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു വ്യക്തിയുടെ പേരും പാർവതിയുടെ പേരും കൂടി ചേർന്നാണ് ആ യൂട്യൂബ് ചാനലിന് പേരിട്ടേക്കുന്നത്. ആ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിന് ഒരു മാറ്റം കാണുമോ? ഉറപ്പായിട്ടും. ഞാനത് എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ പേരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു പേര് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആ ഒരു പേര് ഞാൻ മാറ്റും.